ഹലോ. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പനി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവരൊരു പാരസെറ്റമോളിന്റെ സിറപ്പ് തരാറില്ലേ? അത് എത്ര ml കൊടുക്കേണ്ടതെന്ന് മിക്കപ്പോഴും ഡൗട്ട് ഉണ്ടാവാറുണ്ടല്ലേ? ഞാൻ ഇവളുടെ വാക്സിൻ എടുത്ത് കഴിഞ്ഞ സമയത്ത് എന്നോട് ചിലർ പറഞ്ഞു, എന്തിനാ ഇത്രയും കൊടുക്കുന്നത്, ഡ്രോപ്സ് കൊടുത്താൽ പോരെന്ന് ചോദിച്ചു. പിന്നെ ചിലർ എന്നോട് ചോദിച്ചു എത്രയാ കൊടുക്കണ്ടേ, അവർ പറഞ്ഞ് എനിക്ക് ക്ലിയർ ആയില്ല എന്നൊക്കെ എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഇവളെ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ അടുത്ത സിസ്റ്റർ പറഞ്ഞു തന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാവേ. നമ്മൾ ഹെൽത്ത് സെന്ററിൽ പോയി വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ അവർ ഇതുപോലെ ഒരു പാരസെറ്റമോളിന്റെ സിറപ്പ് തരും. ഇത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് 6 മണിക്കൂർ ഗ്യാപ്പ് വിട്ട് നമ്മൾ ഈ ഒരു പാരസെറ്റമോൾ കൊടുക്കണമെന്ന് പറയും. ഇത്തവണ അവർ കൊച്ചിന് 2.5 ml എഴുതിയിരുന്നത്, നേരത്തെ 2 ml ആയിരുന്നു. അപ്പൊ ഞാൻ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് സിസ്റ്റർ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതായത് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞിന് എത്ര ഡോസ് വേണം കൊടുക്കാനെന്ന് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവളുടെ വെയിറ്റ് 4 kg ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് കൊടുക്കാനുള്ളത് 2 ml ആയിരുന്നു. പക്ഷേ ഇത്തവണ അവൾക്ക് 5 kg ഉള്ളത് കൊണ്ട് തന്നെ 2.5 ml ആണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞ സെയിം ആയിരിക്കില്ല മറ്റൊരാളുടെ കുഞ്ഞിനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു, നിങ്ങൾ വാക്സിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാ പറഞ്ഞേ, അപ്പോൾ അവർ വേറൊരു എമൗണ്ട് ആയിരിക്കും പറഞ്ഞത്. അത് കേൾക്കരുത്. നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണോ അതനുസരിച്ചാണ് ml തീരുമാനിക്കുന്നത്. പിന്നെ നമ്മളിപ്പം കൊടുക്കുന്ന പാരസെറ്റമോളിന്റെ കോൺസെൻട്രേഷൻ, അതായത് 125 mg ആണ് നമ്മളിപ്പം കൊടുക്കുന്നത്. അതായത് സാധാരണ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്നത് 125 mg പെർ 5 ml എന്നുള്ള കൊടുക്കുന്നത്. നമ്മളിപ്പം മെഡിക്കൽ സ്റ്റോറിൽ പോയാണ് മരുന്ന് മേടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലുകളിൽ നിന്നാണ് തരുന്നതെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷനും വ്യത്യാസം കാണും. അതിനനുസരിച്ച് 250 mg ഉണ്ട്, ഇപ്പം 125 mg ഉണ്ട്. അപ്പം അതിനനുസരിച്ച് വീണ്ടും കൊടുക്കുന്ന ഡോസ് മാറും. ഇപ്പം 125 mgയുടെ പാരസെറ്റമോൾ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണോ അതിന്റെ നേരെ പകുതി ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ട ഡോസേജ് എന്ന് പറയുന്നത്. ഇപ്പം 5 ആണെങ്കിൽ 5 kg ആണെങ്കിൽ 2.5 ml അങ്ങനത്തെ റേഞ്ചിൽ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആരെയും വിളിച്ച് ചോദിക്കരുത് നിങ്ങളുടെ കൊച്ചിന് എത്ര പറഞ്ഞേ, അവിടെ എത്ര പറഞ്ഞേ, ഇത്രയും കൊടുക്കണോ. നിങ്ങൾ നേരെ തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഉള്ളവരോട് തന്നെ കൃത്യമായി ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വരിക. ഇല്ലെങ്കിൽ ഈ ഒരു രീതി എടുത്താലും മതി. പിന്നെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ 250 ഒക്കെ ആണെങ്കിൽ അതും ശ്രദ്ധിക്കണം. 250 ആണെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ട, 2.5 കൊടുക്കണം, നേർ പകുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയും വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എൻ്റെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.